പ്രത്യാശയായി തീർക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകള്, നമ്മളുടെ ഉപവാസങ്ങള്, നമ്മളുടെ പരിത്യാഗ പ്രവർത്തികള്, നമ്മുടെ ദാനധർമ്മം ഇതുവഴിയായി മരിച്ചുപോയവരെ നമുക്കിപ്പോൾ സഹായിക്കാനായിട്ട് സാധിക്കും. അതിനെ തുടർന്നുള്ള നമ്മുടെ ദിവസങ്ങളിലെ ഈ പ്രാർത്ഥനയും പരിത്യാഗവും ഉപവാസവും ദാനധർമ്മവും എല്ലാം ഈ അപ്പച്ചന് വേണ്ടിയിട്ട് കൂടിയായി തീരട്ടെ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് തുടർന്ന് നമുക്ക് അപ്പച്ചനെ സഹായിക്കാനായിട്ട് സാധിക്കും. ജീവിച്ചിരുന്നപ്പോൾ നമ്മളെ സഹായിച്ചതിനേക്കാൾ എത്രയോ അധികമായിട്ട് സ്വർഗീയ നന്മകൾ കൊണ്ട് ഈ തന്റെ പ്രിയപ്പെട്ടവരെയും ഈ ഇടവകയെയും ഈ അയൽവക്കക്കാരെയും പ്രദേശത്തെയും കുടുംബത്തെയും ഈ അപ്പൻ അനുഗ്രഹിക്കും. അത് സംശയമില്ല. അപ്പോൾ ദൈവത്തിന്റെ വലിയ അനന്തമായ കരുണയിലേക്കും സ്നേഹത്തിലേക്കും ഈ പ്രിയപ്പെട്ടവന്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സംസ്കാര ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അനുഭവിക്കുന്ന ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാവമോചനത്തിനായി തന്നെ ആസ്വദിക്കണമേ. ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിലും ഞങ്ങളുടെ പാവമോചനത്തിനുമായി ചന്ദ്രത്തിലൂടെ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവശ്യമായ ആഹാരം കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ക്രിസ്തുവിന്റെ ഗുണമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവിന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം ഉൾക്കൊടുക്കി തുല്യമാകുന്ന മറ്റൊരു ഉയർത്തിക്കുന്നവരെ നാമത്തിന് സ്തുതി. മനുഷ്യജീവിതം ഉൾക്കൊടുക്കി തുല്യമാകുന്ന റയിലെ വൃക്ഷം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം ഉൾക്കൊടുക്കി തുല്യമാകുന്ന മനുഷ്യരെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയോടെ വിധേയരാക്കുകയും ദൈവത്താൽ ഉറപ്പിക്കുകയും കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നാം ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനമാകുന്നു. രാമപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുക ദാസന് വരമെന്നരുളേണം. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജന അന്തിമ ദിവസം ഉയർപ്പേകം. ശാന്തി നിനക്ക് പകർന്നീടും മർത്യത പുണരുന്നു. ക്ഷേമോദക്ഷേമാകും മർത്യദേവം സർവേശം നികരാം നൂതനമാക്കുന്നു.
പാടി നമിക്കുന്നേൻ വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ മഹിമയുടൻ ദിനവിധിനാളി കർത്താവേ നീ അണയുമ്പോൾ കരുണയുടൻ നിവർത്തണമേ നല്ലവരത്തു വരമ്പാതെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാരാകിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടി ആയിരിക്കുകയും ചെയ്യാം. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിക്കുന്ന നമ്മുടെ കർത്താവ് വിശ്വസിഹായുടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിഭജിതനാവുകയില്ല, മരണത്തിൽ നിന്നവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം എടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ജീവന്റെ ഉറവിടമായ പിതാവിന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തണം, തിന്മ ചെയ്തവർ വിധിയുടെ ഉയർത്തനമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും താപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മെസ്സിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഹുൽത്താൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രദാനം ചെയ്ത ശിഖായെ ഇത് ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ദാസന്റെയും അമ്മയുടെയും കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവുമായ വിശ്വസിക്കുന്നു. പാവങ്ങളെ മോചനത്തിനും ഞാൻ വിശ്വസിക്കുന്നു.
കർത്താവേ, നിന്റെ രക്ഷകൻ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികങ്ങളുടെ പാവങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന് അനുഗ്രഹം നിങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിനെ ആകാശത്തിലും ഭൂമിയിലും സുതരവനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. മരണം വരുന്നൊരു നാളോർക്കുകയും സൽകൃത്യങ്ങൾ ചെയ്യുക നീ പലസത കൂടാതെ. ജീവനും അതുപോൽ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. വിശ്വനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടെ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവർ അവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. ജീവനവർക്കും
സർവേശ്വര കർത്താവിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. പ്രധാന ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര രാധിക്കുന്നതേ ശ്രദ്ധിക്കണമേ. ശ്വാസം
മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് മരണത്തിനാക്കുകയും ചെയ്യുന്ന ദൈവമേ, ഇതിന്റെ വിശുദ്ധമായ വിശ്രമം കൊള്ളുന്ന കപടമത്ര മനോഹരമാകുന്നു. വിശുദ്ധമാമോദീസ്യാത്മദ്രിതവും പരിശുദ്ധ കുർബാനയും പരിപുഷ്ടവും വിശുദ്ധ തൈലത്താലഭിഷിക്തവുമായ ഈ ശരീരത്തിൽ നിന്റെ ദൈവത്തിന് രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കപടം പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്വഭാവം നീ എന്നെ തെളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന് ദിനജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിനെ നീ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ ഈ കവരണം നീ പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദിപതിൽ നീക്കുവാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളതും പോലെ തന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യരാണീ പിടിയാകുന്ന പിടിയിലേക്ക് തന്നെ മടങ്ങും. ഇന്നലെ ചില സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്നെ വലതു ഭാഗത്ത് നിർത്തട്ടെ. ഈ സ്വീകരിച്ച വിശുദ്ധ ഉപദാസൻ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യാണീ പിടിയാകുന്ന പിടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. പ്രാർത്ഥനാകാലത്തിന്റെ സമയത്ത് നമുക്ക് അന്ത്യോചാരം വർഷിക്കാനുള്ള സമയമാണ്. കുടുംബാംഗങ്ങൾ അല്പം പുറകോട്ട് മാറി നിൽക്കുകയും രണ്ട് ലൈനായിട്ട് വന്ന് അന്ത്യോചാരം വർഷിച്ച ഈ ശാസ്ത്രത്തിലേക്ക് സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉദ്ധാനം നേരുന്നു. ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. സർവേശാ നീ പരിശുദ്ധൻ, ദേവാനേ നീ പരിശുദ്ധൻ, നിത്യനാഥൻ പരിശുദ്ധൻ, നിന്റെ ഞങ്ങൾ കേൾക്കണമേ. വിശുദ്ധീകരിക്കണമേ. മാലാകുമാരോടെ സമുദ്രത്തിലെ സ്ത്രീകളെ പരിശുദ്ധാത്മാവുമായ സന്ദേശര. മരിച്ചവരെ അർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. നാഥനും
കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ ഇനി വിളങ്ങും മുഖമുട കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. കാരുണ്യമെഴും നിധിയാൽ മാനവരാജ്യം നേടും ഭാഗ്യം. മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നതു കേൾക്കും മനുജനു ഭാഗ്യം. കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും ഭാഗ്യം. ദൈവമേ, പാപങ്ങൾ കഴുകിക്കളയണമേ. പരിശോധന സ്തുതി. പാപങ്ങൾ കഴുകിക്കളയണമേ, തെറ്റുകൾ കുറച്ചു മാറ്റണമേ. പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാനവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തെറ്റുകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളെ അപഹരിച്ചു കളയണമേ, എന്റെ ഉപ്പങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ ദരിദ്രരാമതിനെ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവും ആ ശബ്ദത്താൽ ആശ്രയർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ എന്റെ ദാസനെ വിളിക്കുകയും ഭാഗത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ ഓർക്കുന്നവരും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കരുണാപുരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാമുദ്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. നീതിമാന്മാരുടെ വിശുദ്ധത്തോടും കൂടെ ഉത്കൃഷ്ടമായവർക്കും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓസ്ലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ വിശുദ്ധയുടെ ഭൗതിക ശരീരത്തിൽ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യത്തിൽ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സിമിത്തേരിയുടെ നടുഭാഗത്തായുള്ള വഴിയുടെ നടുഭാഗത്ത് ഒരു കുഴി കുഴിച്ചു വെച്ചിട്ടുണ്ട്. അത് വിളക്കുകാലം കുടിച്ചാൽ വേണ്ടിയിട്ടാണ്. നമ്മൾ അതിൽ നടന്നു പോകുമ്പോൾ ആ കുഴിയിൽ പോയി കാലിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനകത്ത് നോക്കി നമ്മൾ നടക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഓർമ്മ ഉണ്ടാക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. സമാധാനത്തോടുകൂടെ കർത്താവേ, ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. പ്രധാന പ്രദേശത്ത് നടന്നവരെ മഹിമയോടെ ഏർപ്പിക്കണേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ദൈവമേ, നിന്റെ കറക്കത്തൊന്നും നിലവേ എന്റെ തിരുമുമ്പിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ നീ ഓർക്കരുത്. എന്തുകൊണ്ടെന്നാൽ കുമാരൻ കാവൽ താഴ്ചയുടെ രക്തം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴുകി ശുദ്ധീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്റെ ദിവ്യശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്തവരെ നീതിമാന്മാരുടെ രാജ്യത്തേക്ക് പ്രവേശിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനമോടുകൂടി. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിയാതെയും നിന്റെ ദാസൻ ചെയ്തിട്ടുള്ള എല്ലാ പാവങ്ങളിൽ നിന്നും മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയവാസത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും.
ഫോണൊക്കെ നോക്കണേ. അവിടെ ഇങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നേ.